റോക്കി ബായ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി. റോക്കി ബായ്ക്ക് ഫുഡും മെഡിസിനും ഒക്കെ കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. റോക്കി ബായിനെ കേജിലിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാനവും ഇല്ല. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തി റോക്കി ബായിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് ഗൈസ് ഞാൻ. ആകാംക്ഷ മാത്രമല്ല, അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ട് ഗൈസ്. ലൂസ് മോഷൻ എവിടം വരെ ആയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇത് വല്ലതും കണ്ടോ? റോക്കി ബായ് കൂടിൻ്റെ അകത്താണെങ്കിലും മൂവാന റോക്കി ബായുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഗൈസ്. ഇതുപോലൊരു അറ്റാച്ച്മെന്റ് മനുഷ്യർക്ക് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ കൂട് തുറന്നപ്പോഴേക്കും റോക്കി ബായ് ചാടി ഇറങ്ങി. ആദ്യം തന്നെ നമുക്ക് മൂവാനയ്ക്ക് ഫുഡ് കൊടുക്കാം. മൂവാനയുടെയും റോക്കി ബായുടെയും ഫുഡ് രണ്ടും വേറെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോക്കി ബായിനെ മാറ്റി നിർത്തിയിട്ട് വേണം മൂവാനയ്ക്ക് ഫുഡ് കൊടുക്കാൻ. ഇനിയിപ്പോൾ റോക്കി ബായ് ഫുഡ് കഴിക്കാണ്ട് മൂവാന ഫുഡ് കഴിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേസ്. റോക്കി ബായ് കഴിച്ചില്ലെങ്കിലും മൂവാനയ്ക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കൊടുക്കുന്നതിനേക്കാളും മുന്നേ റോക്കി ബായ്ക്ക് കുറച്ച് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ റോക്കി ബായ്ക്ക് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡോക്ടർ തന്നതാ ഈ ഒരു ഫുഡ് റോക്കി ബായ്ക്ക് കൊടുക്കാൻ പോകുന്നത്. 3 ദിവസമാണ് ഗൈസ് നമ്മുടെ റോക്കി ബായ്ക്ക് ഈ ഒരു ഫുഡ് കഴിക്കേണ്ടത്. ഈ ഒരു ഫുഡ് മാത്രമല്ല, മെഡിക്കേഷനും 3 ദിവസമാണ്. അപ്പോൾ 3 ദിവസം കഴിയുമ്പോഴേക്കും റോക്കി ബായുടെ അസുഖമൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ റോക്കി ബായ് ഗുഡ് ബോയ് ആയിട്ട് ഫുഡൊക്കെ മുഴുവനും കഴിച്ചു. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മുടെ റോക്കി ബായ്, അതായത് ലൂസ് മോഷനുള്ള നമ്മുടെ റോക്കി ബായ് ഇന്നത്തെ ഈ ഒരു ദിവസം പൂപ്പു ഇട്ടിട്ടേ ഇല്ല ഗൈസ്. ഇനിയിപ്പോൾ ലൂസ് മോഷൻ മാറി കോൺസ്റ്റിപ്പേഷൻ ആയോ ആവും. ദിസ് ഈസ് നോട്ട് പൂപ്പു ഗൈസ്, ഇത് നമ്മുടെ ചൂച്ചുവാണ്. പൂപ്പു ഇട്ടില്ലെങ്കിലൊന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾ ഫുൾ ടൈം ഇടി പിടി ബഹളം ഒക്കെയാണ്. ഈ ഒരു ഇടിയും പിടിയും ബഹളം കൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾക്ക് റോക്കി ബായ് എന്ന് പേര് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴേണ്ടതാ നമ്മുടെ ലിറ്റർ ബോക്സിലൊരു സൗണ്ട് കേട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ നമ്മുടെ റോക്കി ബായ് പൂപ്പിടുന്നു ഗൈസ്. നമ്മുടെ റോക്കി ബായുടെ ലൂസ് മോഷൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സമാധാനം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്നറിയോ ഗൈസ്? പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് ഫുൾ A+ പാസ്സായ ഒരു ഫീലിംഗ് ആണ് ഗൈസ് എനിക്കിപ്പോൾ ഉള്ളത്.